ഹായ് ഫ്രണ്ട്സ്, ഇതേപോലെ ചേന ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ, അതേപോലെ ചേന ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അത് ഉണ്ടാക്കാത്തവർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ചേനയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ക്യൂബാക്കിയിട്ട് മുറിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് ഇനി നമുക്കതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീര് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലത് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഇത് എടുക്കുമ്പോൾ ഞാൻ ഇടുന്നത്. അപ്പോൾ ഒന്ന് കുഴച്ച് റെഡിയാക്കണം. പിന്നെ ഒരു സവോള സ്ലൈസാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തത്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് നടുക്കേ കൂടി മുറിച്ചതാണ്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും 1/4 കപ്പ് ചിരകിയ തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് നമ്മളൊന്ന് സെറ്റാകാൻ വേണ്ടി അവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അവിടെ നിന്ന്. അപ്പോഴേക്കും നമുക്കിത് സൺഫ്ലവർ ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചേന നമുക്ക് 2 തവണയാക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ് ഇത്. നമ്മളെ കുബൂസിന് പറ്റും, ചപ്പാത്തിക്ക്, നെയ്ച്ചോറ്, സാദാ ചോറ്, ഇതിനൊക്കെ പറ്റുന്ന ഒരു സംഭവം ഇത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഷെയർ, ലൈക്ക് ഇതൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ 2 തവണ നമ്മൾ ചേന ഇതെല്ലാം ഫ്രൈ ചെയ്തപ്പോൾ ആ ബൗളിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സവോളേൻ്റെ അത് ഞാൻ അതിലിട്ട് ഒന്ന് കുഴച്ചെടുത്ത് ആ മസാലയൊക്കെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ തന്നെ ഈ സവോള കൂട്ടൊന്ന് നല്ലതുപോലെ മൊരിയുന്ന രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് വരുന്ന രീതിയിലേ അങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മയോണൈസിൽ കൂട്ടിയിട്ട് ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ അറിയൂ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. ഇനി നമ്മൾ ഈ സവോളയൊക്കെ ഇതൊക്കെ വറുത്ത് നല്ല മൊരിഞ്ഞ പോലെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അതാണ് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പറ്റുന്നത്. വെറുതെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അധികം മാത്രം ചേന ഫ്രൈ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ പിന്നെ മസാല കൂട്ടൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, സി യു.